ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ വെറുതെ 2K സബ്സ്ക്രൈബേഴ്സ് താങ്ക്സ് പറഞ്ഞു പോയാലേ ശരിയാവില്ലല്ലോ. അപ്പോൾ ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 ടയർ കേക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് 2 ടയർ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ തയ്യാറാക്കിയത് സക്സസ് ആവുകയും ചെയ്തു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കേക്ക് ടിന്നൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ വാനില കേക്കാണ് തയ്യാറാക്കുന്നത്. ഈ കേക്കിന് ഞാൻ വാനില കേക്കും ചോക്ലേറ്റ് കേക്കും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്തിട്ടുണ്ട്. വളരെ നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരുമിച്ച് യോജിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട എടുക്കണം. അത് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച് പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പോളം എടുക്കുക. അപ്പോൾ കൂടുതൽ വലിയ തരികളുള്ള പഞ്ചസാരയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കാരണം പഞ്ചസാര പൊടിയാതെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്ചർ ആവും ഉണ്ടാവുക. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ട് വേണം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് യോജിച്ചിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പാർട്ടായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ആദ്യം ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ ബാച്ച് ചേർക്കുക. ഒരല്പം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചട്ടുകം യൂസ് ചെയ്തിട്ട് പതിയെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാനായിട്ട്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പാന് പ്രീ ഹീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാ 25 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇവിടെ 8 മുട്ട എടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് കേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ 8 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ 2 ടയർ കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ താഴെയുള്ള കേക്ക് വാനില ചോക്ലേറ്റ് ഫ്ലേവറും പിന്നെ മുകളിലുള്ള കേക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി പരുവത്തിലാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് താഴെയുള്ള ലെയർ കേക്കിനാണ് ഈ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക്
നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ടൈം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വലിയ കേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം ആക്കിയതിന് ശേഷം ഞാൻ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ലെയർ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി തേർഡ് ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വാനില കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് അങ്ങ് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ആ ടൈമിലാണ് നമ്മൾ സെക്കൻഡ് കേക്ക് സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. കേക്ക് ബോർഡിൽ ഒരല്പം ക്രീമാക്കിയതിന് ശേഷം കേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്രീം വെച്ച് കൊടുക്കുക. അതുപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ബേസ്, അതായത് നമ്മളിപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ട് ഇത്രയും വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ ചെറിയ കേക്ക് വേറെ കേക്കിൻ്റെ മുകളിലേക്ക്, നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി പോയാൽ നമുക്കിത് ഈസി ആയിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം കേക്ക് നന്നായിട്ട് വെറ്റായാൽ നമ്മൾ ഇത് എടുത്ത് പൊക്കുമ്പോൾ കേക്ക് താഴെ പൊട്ടി വരാനും പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ നമ്മൾ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഒരല്പം വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് എടുത്ത് പൊക്കുമ്പോൾ കേക്ക് പൊട്ടിപ്പോരും. അപ്പോൾ ആ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക 2 ടയർ കേക്ക് ഉണ്ടാക്കുമ്പോൾ.
അപ്പോൾ ഇതിൻ്റെ ഐസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കേക്ക് എടുക്കണം. അതിലേക്ക് ഇതുപോലുള്ളൊരു സ്ട്രോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കടയിലൊക്കെ പോയി 2 ടയർ കേക്ക് ഉണ്ടാക്കാനുള്ള സ്ട്രോ എന്ന് പറഞ്ഞാൽ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ നമ്മൾ സാധാ കഫ്റ്റീരിയ എന്നൊക്കെ ജ്യൂസൊക്കെ കുടിക്കുന്ന ആ സാധാ സ്ട്രോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കേക്കിലേക്ക് താഴ്ത്തി കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സപ്പോർട്ടിനായിട്ട്. നമ്മുടെ മുകളിലുള്ള കേക്കിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്ട്രോ വെക്കുന്നത്. ഇനിയിപ്പോൾ സ്ട്രോക്ക് പകരം നിങ്ങൾക്ക് സ്ക്യൂവറും വെക്കാം. അപ്പോൾ 5 സ്ട്രോ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ ചെറിയ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വലിയ ചട്ടുകം പോലത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങ് പതിയെ പൊക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ക്രീമൊക്കെ ചില സൈഡിലൊക്കെ പോയിന്ന് വരും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പതിയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം ചെറുതായിട്ടൊരു സൈഡിൽ പോയിട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പതിയെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കിയ ഗനാഷാണിത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒരല്പം തണുത്ത് പോയി. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ക്ലാസ്സിനും നമ്മൾ പോവേണ്ട ആവശ്യമില്ല ഈ 2 ടയർ കേക്ക് തയ്യാറാക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Share and subscribe.